കൂട്ടുകാരെ, ഞാൻ എത്തിട്ടോ, നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. അടുക്കള ജോലിയിൽ നിന്ന് നേരെ ഉമ്മറത്തേക്കാണ് ഉണ്ണിക്കുട്ടൻ പോയത്. ഉമ്മറത്തെ ചാരുകസാലയിൽ അച്ഛനുണ്ട്. പേപ്പർ വായന ഇനിയും കഴിഞ്ഞിട്ടില്ല. കുട്ടിയേട്ടൻ്റെ എഴുത്തും തീർന്നിട്ടില്ല. അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നാലോ എന്ന് ആലോചിച്ചു നിന്നു. കുറച്ചു മുമ്പ് അതിന് ശ്രമിച്ചിട്ട് സാധിച്ചില്ലല്ലോ. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല സ്വഭാവത്തിലല്ല ഇപ്പോഴെന്ന് അവന് തോന്നി. കുട്ടിയേട്ടൻ്റെ അടുത്ത് ചെന്ന് നിന്ന് 3-ാം പാഠപുസ്തകത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുവാൻ ശ്രമിച്ചപ്പോൾ കുട്ടിയേട്ടൻ പ്രതിഷേധിച്ച് പുസ്തകം വാങ്ങി സഞ്ചിയിൽ വെച്ചു. വേണമെങ്കിൽ കരയാം, തൽക്കാലം വേണ്ടെന്ന് വെച്ചു. വെറുതെ ബെഞ്ചിൽ കയറിയിരുന്നു. പുസ്തകം ഒന്ന് തൊട്ടപ്പോഴേക്കും കുട്ടിയേട്ടൻ അത് വാങ്ങി വെച്ചു. ഓ, എന്താണല്ലേ! ഇങ്ങനെ തുടങ്ങിയാണെങ്കിൽ ഒരു ദിവസം കുട്ടിയേട്ടൻ്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിക്കും, തീർച്ചയാണ്. രാവിലെ ചായ കഴിക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ സ്ലേറ്റ് ഉമ്മറത്തെ ബെഞ്ചിൽ മേലാണല്ലോ കുട്ടിയേട്ടൻ വയ്ക്കുക. അപ്പോൾ ഉമ്മറത്താണെങ്കിൽ ആരും ഉണ്ടാകുകയുമില്ല. ആ സമയം നോക്കി ഉമ്മറത്ത് വന്ന് സ്ലേറ്റ് എടുത്ത് ഉമ്മറത്തെ ഒതുക്കു കല്ലിൽ വെച്ച് ഒരടി കൊടുക്കണം. കഷ്ണം കഷ്ണമായി തെറിച്ചു പോകാനൊന്നും പാടില്ല. സ്ലേറ്റ് പൊട്ടിയതിൻ്റെ വിടവ് നടുക്കു കാണണമെന്നു മാത്രം. എന്നിട്ട് സ്ലേറ്റ് ബെഞ്ചിന്മേൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഉമ്മറത്തു കൂടെ കിണറ്റിൻകരയിൽ വന്ന് അടുക്കളക്കോലായിൽ കയറി അടുക്കളയിലേക്ക് കടക്കുക. ഉമ്മറത്ത് നിന്ന് വരികയാണെന്നാണ് ആർക്കും തോന്നുക. സംശയം തോന്നുകയില്ല. ഒരു ദിവസം അതുണ്ടാകും. കുട്ടിയേട്ടന് താൻ ബെഞ്ചിലിരിക്കുന്നു എന്ന ഭാവം തന്നെയില്ല. വേണ്ട, താൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയി കളയാം. ഉണ്ണിക്കുട്ടൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഉമ്മറക്കോലായിൽ വന്നു നിന്നു. മുറ്റത്തേക്ക് നോക്കി. മുറ്റത്ത് ആരുമില്ല. കുടമണി കെട്ടിയ ആട്ടിൻകുട്ടി ചാടി കളിച്ചാലേ മുറ്റം കാണാൻ ഭംഗിയുള്ളൂ. ആട്ടിൻകാട്ടം മുറ്റത്ത് അവിടെവിടെയായി ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. എല്ലാം ആട്ടിൻകുട്ടിയുടേതാകും, തള്ളയാടിൻ്റേതാവില്ല. ചെറിയൊരു ടിന്ന് കിട്ടിയാൽ ആട്ടിൻകാട്ടം എല്ലാം പെറുക്കി ടിന്നിലിട്ട് ആ ടിന്നും കുലുക്കിക്കൊണ്ട് നടക്കാം. ഒരു ടിന്ന് എവിടെ നിന്ന് കിട്ടാനാണ്? കുട്ടനായർ ചുണ്ണാമ്പിട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ടിന്നിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ടിന്നാണ് കിട്ടേണ്ടത്. ഒരു സിഗരറ്റ് ടിൻ കിട്ടിയാൽ ധാരാളമാണ്. പക്ഷേ കിട്ടണ്ടേ? ടിന്നിൻ്റെ കാര്യം തൽക്കാലം ആലോചിക്കേണ്ട. ആട്ടിൻകൂട് തുറന്ന് ആട്ടിൻകുട്ടിയെ മുറ്റത്തേക്ക് കൊണ്ടുവന്നാലോ? അതിന് പ്രയാസമാണ്. ആട്ടിൻകൂട് തുറക്കാം, ആട്ടിൻകുട്ടിയെ അഴിച്ചുവിടാൻ വയ്യ. അഴിച്ചുവിടാതെ ആട്ടിൻകുട്ടി എങ്ങനെയാണ് മുറ്റത്തേക്ക് വരിക? പെട്ടെന്ന് അടുക്കൽ നിന്ന് പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. അങ്ങോട്ട് നോക്കി. 3 പട്ടികളുണ്ട്. 2 പട്ടികൾ ചേർന്ന് 3-ാമത്തെ പട്ടിയെ ഇട്ട് വിരട്ടുകയാണ്. 3-ാമത്തെ പട്ടി കുരയ്ക്കുകയല്ല, പല്ലിളിച്ച് കാട്ടുകയാണെന്നാണ് പറയേണ്ടത്. പല്ലിളിച്ച് കാട്ടുന്ന പട്ടിയെ കാണാൻ നന്നല്ല. 2 പട്ടികളും ചേർന്ന് 3-ാമത്തെ പട്ടിയെ നിലത്തിട്ട് കടിച്ചു കുടയുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടന് പേടി തോന്നി. അവൻ 2 അടി പിന്നോക്കം നിന്നു. കടിയേറ്റ പട്ടി ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് തൊഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പോയി. മറ്റേ പട്ടികൾ റോഡിൻ്റെ മറ്റേ ഭാഗത്തേക്കും. പടിക്കൽ പോയി പട്ടികൾ കടിപിടി കൂടിയ സ്ഥലമൊന്ന് കണ്ടാലോ? പടിക്കൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത് കണ്ടാൽ അച്ഛൻ ദേഷ്യപ്പെടും. കടലാസ് വായനയിൽ മുഴുകിയിരിക്കുന്ന അച്ഛൻ താൻ പടിക്കൽ പോയി നിൽക്കുന്നത് കാണാതിരുന്നാലും കാട്ടിക്കൊടുക്കാൻ കുട്ടിയേട്ടനുണ്ടല്ലോ. പടിക്കൽ പോയി നിന്നാൽ സമയം പോകുന്നതറിയില്ല. കുറച്ച് സമയം കൂടി കഴിയട്ടെ, അപ്പോൾ അച്ഛൻ ഓഫീസിലേക്കും കുട്ടിയേട്ടൻ സ്കൂളിലേക്കും പോകുമല്ലോ. മുത്തശ്ശിയും അമ്മയും അടുക്കളയിലുമായിരിക്കും. പിന്നെ പടിക്കൽ പോയി നിന്നാൽ ആരാണറിയുക? ഉമ്മറക്കോലായിൽ ആട്ടിൻകാട്ടം കണ്ടുകൊണ്ട് നിൽക്കുന്നതിലും നല്ലത് അടുക്കളക്കോലായിൽ പോയി നിൽക്കുന്നതാണ്. അവിടെ ആരെങ്കിലും ഒരാളായി എപ്പോഴും കാണും. ഇനി മനുഷ്യരാരുമില്ലെങ്കിൽ അണ്ണാനോ കാക്കയോ ഉണ്ടാകാതിരിക്കില്ല. അവയുമില്ലെങ്കിൽ വിറകിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന അരിപ്പച്ചൂട്ടോ ചിരട്ടയോ എടുത്ത് കളിക്കാമല്ലോ. ഇപ്പോൾ ആരൊക്കെയാവും അടുക്കളക്കോലായിൽ ഉണ്ടാവുക എന്നാലോചിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് നടന്നു. അടുക്കളക്കോലായിൽ മുത്തശ്ശനും അച്ഛനും കുട്ടനായരും കുട്ടിയേട്ടനും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. മുത്തശ്ശിയും അമ്മയും അഭിമുഖമായിരുന്നു കൂട്ടാൻ കഷ്ണം മുറുക്കുകയാണ്. അവരുടെ മുമ്പിൽ ഒരു പഴുത്ത മത്തനും ഒരു ചെറിയ കുട്ടയിൽ കുറെ കൂർക്കയുമുണ്ട്. അമ്മയുടെ കയ്യിൽ മേശക്കത്തിയും മുത്തശ്ശിയുടെ കയ്യിൽ ചെല്ലത്തിലെ ചെറിയ കത്തിയുമാണ്. അമ്മിണി തിണ്ണയിൽ ഒരോടം കൊണ്ട് തല്ലി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. തെങ്ങിൻ തടത്തിലിരുന്ന പാത്രങ്ങൾ കഴുകുകയാണ് കാളിയമ്മ. കാളിയമ്മയുടെ ചുന്തരിക്കുട്ടി വന്നു. കാളിയമ്മയാണ് ഉണ്ണിക്കുട്ടൻ വരുന്നത് ആദ്യം കണ്ടത്. ദാ
ചെക്കനെത്തി, ഇനി സ്വൈര്യം തരില്ല. മുത്തശ്ശിയും പറഞ്ഞു. ചെന്ന അച്ഛൻ്റെ അടുത്തിരുന്നൂടെ? അമ്മ ചോദിച്ചു. ഉണ്ണിക്കുട്ടൻ ഒന്നും പറയാതെ കുറച്ചു നേരം മര്യാദക്കാരനെ പോലെ കാളിയമ്മ പാത്രം തേച്ചു കഴുകുന്നത് നോക്കിക്കൊണ്ട് നിന്നു. അവന്റെ കണ്ണ് അമ്മിണിയുടെ കയ്യിലുള്ള ഓടത്തിലാണ്. അത് കിട്ടിയാൽ മുറ്റത്ത് കിടക്കുന്ന കുറേ ആട്ടിൻകാട്ടം അതിലെടുത്തിടാം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉമ്മറത്തേക്ക് പോകുകയും ആവാം. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മിണിയുടെ അടുത്തേക്ക് വന്നു. അമ്മിണി ഓടം കൊണ്ട് അവന്റെ കയ്യിൽ തല്ലി. അവൻ മാറി നിന്നു. അമ്മ മത്തൻ രണ്ടായി മുറിച്ചു. മത്തൻ കഷ്ണത്തിന്റെ വക്കുകളിൽ നേരിയ നനവും പൊടിഞ്ഞു. വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ മുത്തച്ഛൻ്റെ നെറ്റി വിയർക്കുന്നത് പോലെയാണ് അതെന്ന് ഉണ്ണിക്കുട്ടന് തോന്നി. മത്തൻ്റെ ഉള്ളു കാണാൻ കൊള്ളാം. ശരിക്കു ചുവപ്പ് നിറമല്ല, മഞ്ഞ നിറവുമല്ല, അങ്ങനത്തെ ഒരു നിറം. അമ്മ മത്തൻ്റെ ഉള്ളിലെ ചോറും വിത്തുകളും ചുരണ്ടിയെടുത്ത് നിലത്തിട്ടു. മത്തൻ ചെറു കഷ്ണങ്ങളായി നുറുക്കി അടുക്കു ചെമ്പിലിട്ടു. എത്ര ക്ഷണത്തിലാണ് അമ്മ ഇതെല്ലാം ചെയ്തു തീർത്തതെന്നോ? മുത്തശ്ശി കൂർക്കയുടെ തൊലി ചുരണ്ടിക്കളഞ്ഞ് തീർന്നിട്ടില്ല. ഇത്രയും കൂർക്കയുടെ തൊലി കളഞ്ഞു ശരിപ്പെടുത്താൻ ഇനിയും കുറേ സമയം പിടിക്കും. കൂട്ടാൻ്റെ കഷ്ണം നുറുക്കാൻ വെങ്കടേശ്വരയ്യർ തന്നെയാണ് മിടുക്കൻ. കഴിഞ്ഞ മാസം അച്ഛൻ്റെ പിറന്നാളിന് വെങ്കടേശയ്യരുടെ ദേഹണ്ണമായിരുന്നു. പരത്തിയിട്ട നാക്കിലകളിൽ മത്തനും കുമ്പളങ്ങയും ചേനയുമൊക്കെ എത്ര ക്ഷണത്തിലാണ് അദ്ദേഹം നുറുക്കിക്കൂട്ടിയതെന്നോ? സഹായിക്കാൻ കുട്ടനായരും ഉണ്ടായിരുന്നു. ചേന നുറുക്കാനാണ് കുട്ടനായർ സഹായിച്ചത്. അയാളുടെ ചൂണ്ടാണി വിരൽ അല്പം മുറിയുകയുണ്ടായി. മുറിഞ്ഞ ഭാഗം അയാൾ വായ്ക്കകത്തേക്കാക്കി ഈമ്പി ഈമ്പി കുടിച്ചു. ചോര വരുന്നത് നിന്നപ്പോൾ അടുക്കളയിലെ ചുമരിൽ നിന്ന് ലേശം മാറാലയെടുത്ത് മുറിയിൽ വെച്ച് കെട്ടി. അമ്മ അടുക്കുചെമ്പ് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വന്ന് കൂർക്കയുടെ തൊലി കളയുന്നതിൽ മുത്തശ്ശിയെ സഹായിക്കാൻ തുടങ്ങി. അമ്മിണി അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഓടം കയ്യിൽ തന്നെയുണ്ട്. ധൃതിപ്പെട്ട് നടക്കുന്നതിനിടയിൽ അവൾ മത്തൻ്റെ ചോറിൽ ചവിട്ടി കമിഴ്ന്നു വീണു. ഓടം അവളുടെ കയ്യിൽ നിന്ന് മുറ്റത്തേക്ക് തെറിച്ചുപോയി. ഓടം മുറ്റത്ത് തെറിച്ചു വീഴേണ്ട താമസം. ഒരു കാക്ക ഓടം കൊത്തിക്കൊണ്ട് കക്കൂസിൻ്റെ ഒട്ടിമ്പുറത്ത് ചെന്നിരുന്നു. അവിടെ നിന്നും മാവിൻ്റെ കൊമ്പത്തേക്ക് പറന്നുപോയി. തൊടിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടനായർ സംഗതി അറിഞ്ഞു. കാക്കയെ കല്ലെടുത്തെറിഞ്ഞു. ഓടം താഴെ വീണു. ഉണ്ണിക്കുട്ടൻ ഇതിനകം തൊടിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. താഴെ വീണ ഓടം ഓടിച്ചെന്നെടുത്തത് അവനാണ്. കരയുന്ന അമ്മിണിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് അമ്മയും തൊടിയിലേക്ക് നടന്നു. ഓടം കണ്ടപ്പോൾ അമ്മിണി കരച്ചിൽ മാറ്റിയെങ്കിലും ഉണ്ണിക്കുട്ടൻ ഓടം അവൾക്ക് കൊടുത്തില്ല. അമ്മയും പറഞ്ഞു, ഓടം കൊടുക്കണ്ട, നീ അതുകൊണ്ട് ഇവിടുന്ന് പോയിക്കോ. ഉണ്ണിക്കുട്ട ഓടവുമായി അടുക്കളക്കോലായിലേക്ക് തന്നെ പോയി. അപ്പോൾ അമ്മിണി വീണ്ടും കരയാൻ തുടങ്ങി. കരയുന്ന അമ്മിണിയെയുമായി അമ്മ അകത്തേക്ക് നടന്നു. എന്തൊരു കരച്ചിലാണ്! കരയട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിന്നു. അമ്മയുടെ മുല കുടിക്കുകയായിരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു. ഇനി മുല കുടിച്ചുകൊണ്ട് ഉറങ്ങിക്കൊള്ളും. ഉണ്ണിക്കുട്ടൻ ധൈര്യത്തോടെ ഓടവുമായി ഉമ്മറത്തേക്ക് വന്നു. തൊടിയിലേക്ക് നോക്കി. തൊടിയുടെ അങ്ങേ അറ്റത്തുള്ള മാവിൻ ചുവട്ടിൽ നിന്ന് കുട്ടനായരുടെ കൈക്കോട്ട് താഴുന്നു, പൊങ്ങുന്നു, വീണ്ടും താഴുന്നു, പൊങ്ങുന്നു. മനസ്സിലായി, അയാൾ കാവത്ത് പെറുക്കിയാവും. തിരുവാതിരയ്ക്ക് ഇനി ഒരാഴ്ചയേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞില്ലേ? പടർക്കായി ഇന്നലെ തന്നെ കുട്ടനായ പുകവെച്ചു കഴിഞ്ഞു. കാവത്ത് പറിക്കുന്നത് കാണാൻ തൊടിയിലേക്ക് പോകണോ? അതോ കയ്യിലുള്ള ഓടത്തിൽ ആട്ടിൻകാട്ടം വാരിയിട്ട് കളിക്കണോ? ആട്ടിൻകാട്ടം വാരിയിട്ട് കളിക്കാം. അച്ഛനും കുട്ടിയേട്ടനും ഉമ്മറത്ത് തന്നെയുണ്ട്. അപ്പോൾ ആട്ടിൻകാട്ടം കൊണ്ടുള്ള കളി പറ്റില്ല. തൊടിയിലേക്ക് പോകാനും പറ്റില്ല. തൊടിയിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ കുട്ടനായ പറയും, വരണ്ട, മുള്ളുകുത്തും. കുട്ടനായ പറയുന്നത് അച്ഛൻ കേൾക്കാതിരിക്കില്ല. അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടും. കിണറ്റിൻകരയിൽ തന്നെ പോകാം. അവിടെ ചെറിയൊരു കളി കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. ആരുമില്ലെങ്കിൽ അത് സാധിക്കും. ഒരു ചെറിയ വടിയും കുറേ ഓലക്കഷ്ണങ്ങളും ഒരു ചെമ്പ് വെള്ളവും വേണം. പിന്നെ വേണ്ടത് ഒരോടമാണ്. അത് കയ്യിലുണ്ടല്ലോ. വെള്ളം നിറച്ചതും നിറയ്ക്കാത്തതുമായ ഓരോ ചെമ്പ് കിണറ്റിൻകരയിൽ ഇരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. വെള്ളം നിറച്ച ചെമ്പിൽ നിന്ന് ഓടം കൊണ്ട് കുറേ വെള്ളം മുക്കി നിലത്തൊഴിക്കുക. ചെമ്പിലെ വെള്ളം പകുതിയായാൽ കുറേ ഓലക്കഷ്ണങ്ങൾ ചെമ്പിൽ വാരിയിടുക. എന്നിട്ട് ചെറിയ വടി ചെമ്പിലിട്ട് വേഗത്തിൽ അങ്ങനെ
കുറേ നേരം ഇളക്കിയ ശേഷം വടിയെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ചുഴികളിൽ കിടന്ന് ഓലക്കഷ്ണങ്ങൾ വട്ടം ചുറ്റുന്നത് കണ്ട് രസിക്കാം. വെള്ളത്തിലെ ചുഴികൾ അവസാനിച്ചാൽ വീണ്ടും വടിയിട്ടിളക്കുക. കിണറ്റിൻകരയിൽ ആരുമില്ലെങ്കിൽ നന്നായിരുന്നുവെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെന്നപ്പോൾ മുത്തശ്ശീത പ്ലാവില കുത്തിക്കൊണ്ടു നിൽക്കുന്നു. കാളിയമ്മ കുനിഞ്ഞു നിന്ന് കഞ്ഞിക്കൂർക്കില നുള്ളുന്നു. എന്തിനാണാവോ കഞ്ഞിക്കൂർക്കില? ഒന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശിയും കാളിയമ്മയും കിണറ്റിൻകരയിൽ ഉണ്ടെന്നത് പോകട്ടെ, കിണറ്റിൻകരയിലുണ്ടായിരുന്ന ചെമ്പുകൾ രണ്ടും എവിടെയാണ്? കാണാനില്ലല്ലോ. ഉണ്ണിക്കുട്ടൻ്റെ പരിപാടികളെല്ലാം നിലംപറ്റി. മുത്തശ്ശി പ്ലാവില കുത്തുന്നത് കണ്ണിൽ ധാരയിടാനാണ്. രാവിലെയും വൈകുന്നേരവും ധാരയിടണം. രാവിലെ അമ്മയും കാളിയമ്മയും കൂടിയാണ് ധാരയിട്ട് കൊടുക്കുക. വൈകുന്നേരം കാളിയമ്മയ്ക്ക് പകരം കുട്ടൻ നായരാണ്. മുത്തശ്ശിക്ക് പ്ലാവിലകൾ കൊണ്ട് കാളകളെ ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടാ. അതവൻ അറിയാമെങ്കിലും അവൻ ചോദിച്ചു, മുത്തശ്ശി പ്ലാവില കൊണ്ട് കാളയുണ്ടാക്കി തരുമോ? മുത്തശ്ശിക്ക് അതൊന്നും നിശ്ചയില്ല കുട്ടിയെ, അതൊക്കെ കുട്ടൻ നായരോട് പറഞ്ഞോ. മുത്തശ്ശി അകത്തേക്ക് പോയി. മടിക്കുത്തിൽ കഞ്ഞിക്കൂർക്കിലയുമായി കാളിയമ്മ പിന്നാലെയും. ഇപ്പോൾ കിണറ്റിൻകരയിലോ അടുക്കളയിലോ ആരുമില്ല. അടുക്കളക്കോലായിലേക്ക് വന്നു ഉണ്ണിക്കുട്ടൻ. അടുക്കളക്കോലായിൽ മത്തൻ്റെ ചോറ്, വിത്തുകൾ, പോർക്കയുടെ തൊലി എല്ലാം കൂടി അലവലാതിയായി കിടക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ കോലായിൽ നിന്ന് അകത്തേക്ക് കടക്കുവാനുള്ള വാതിൽക്ക് വന്നു പാളി നോക്കി. അടുക്കളത്തളത്തിൽ പുൽപ്പായിൽ മലർന്നു കിടക്കുന്ന മുത്തശ്ശിയുടെ കണ്ണുകളിൽ അമ്മയും കാളിയമ്മയും ചേർന്ന് ധാരയിടാൻ തുടങ്ങിയിരിക്കുന്നു. നന്നായി, ഇനി കുറച്ചു നേരത്തേക്ക് ആരും വരില്ല. കോലായിൽ കിടക്കുന്ന മത്തൻ്റെ വിത്തുകളും ചോറും ഓടത്തിൽ നിറച്ച് മുറ്റത്തേക്കിട്ടു. 1, 2, 3, 4 ഇത്രയായിട്ടും കഴിയുന്നില്ല. ഓടത്തിൻ്റെ അടിയിൽ ചോറും വിത്തുകളും വല്ലാതെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. എന്നാൽ ഇനി ഓടം വേണ്ട. ഓടം താഴ്ത്തു വെച്ച് 2 കൈ കൊണ്ടും വാരി മുറ്റത്തേക്കിടാൻ തുടങ്ങി. ആ കള്ള കാക്ക വീണ്ടും ഓടം കൊത്തിക്കൊണ്ട് പറന്നുപോയി. ഉണ്ണിക്കുട്ടൻ നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ നിലവിളി കേട്ട് അമ്മയും കാളിയമ്മയും ധാരക്കിണ്ണങ്ങളുമായി വാതിൽക്കൽ വന്നു ചോദിച്ചു, എന്തേ? കാക്ക ഓടം കൊത്തിക്കൊണ്ട് പോയി. നന്നായി. അമ്മയും കാളിയമ്മയും വാതിൽക്കൽ നിന്ന് പോയി. ഉണ്ണിക്കുട്ടൻ നിലവിളി നിർത്തുന്നില്ല. അച്ഛൻ ഉമ്മറത്ത് നിന്ന് ഓടി വന്ന് ചോദിച്ചു, എന്താ മോനെ? കാക്ക ഓടം കൊത്തിക്കൊണ്ടുപോയി. സാരമില്ല. അച്ഛൻ അവനെ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി. എത്ര പാടുപെട്ടാണ് ഓടം കിട്ടിയത്. എന്നിട്ട് ആ കാക്ക കൊത്തിക്കൊണ്ടു പോയില്ലേ? അവൻ ഓർത്തോർത്ത് കരഞ്ഞു. ആയി ആയി ഇങ്ങനെ കരഞ്ഞാലോ? അച്ഛൻ അവനെ തോളിൽ കിടത്താൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനുണ്ടോ കരച്ചിൽ മാറ്റുന്നു? കുട്ടിയേട്ടൻ്റെ പുസ്തകം നോക്കണോ? മുത്തശ്ശിയുടെ കണ്ണിൽ ധാരയിടുന്നത് കാണണോ? അവനൊന്നും വേണ്ട. വേണ്ടത് ഓടം മാത്രമാണ്. കുട്ടിയേട്ടൻ്റെ പുസ്തകത്തിൽ നിന്ന് മയിൽപ്പീലി എടുത്തു തരട്ടെ? വേണമെന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. അച്ഛൻ അവനെ ബെഞ്ചിൽ വെച്ച് കുട്ടിയേട്ടനോട് മയിൽപ്പീലി കൊടുക്കാൻ പറഞ്ഞു. കുട്ടിയേട്ടൻ പുസ്തകത്തിൽ നിന്ന് മയിൽപ്പീലി എടുത്തു കൊടുത്തു. ഉണ്ണിക്കുട്ടന് സന്തോഷമായി. നിലവിളി തേങ്ങലായി മാറി. താമസിയാതെ തേങ്ങലുകളും മാറി. അവൻ ചിരിച്ചു. സ്ലേറ്റ് പെൻസിൽ വേണമെങ്കിൽ എന്നാ ഒരു കഷ്ണം. കുട്ടിയേട്ടൻ അവൻ്റെ കീശയിൽ ഒരു കഷ്ണം സ്ലേറ്റ് പെൻസിൽ ഇട്ട് കൊടുത്തു. എഴുതണോ? വേണം. കുട്ടിയേട്ടൻ സ്ലേറ്റ് തുടച്ചു കൊടുത്തു. ഉണ്ണിക്കുട്ടൻ സ്ലേറ്റിൽ അവനറിയാവുന്ന പ, വ, റ എന്നീ അക്ഷരങ്ങൾ എഴുതി. മയിൽപ്പീലി ഇടത്തെ കയ്യിലാണ്. കുട്ടിയേട്ടൻ സ്ലേറ്റിൽ ഇഷ്ടം പോലെ എഴുതിക്കോളാൻ പറഞ്ഞു. കുട്ടിയേട്ടൻ്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടന് വളരെ സന്തോഷം തോന്നി. ഇനി കുട്ടിയേട്ടൻ്റെ സ്ലേറ്റ് ഉടയ്ക്കുകയില്ല. കുട്ടിയേട്ടന് തന്നെ എന്തിഷ്ടമാണ്. എനിക്ക് കുട്ടിയേട്ടനെയും ഇഷ്ടമാണ്. ഉണ്ണിക്കുട്ടൻ മനസ്സിൽ വിചാരിച്ചു.